ഹലോ, ഇന്നത്തെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം. നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പാണ്. ഇനിയിപ്പോ വെറും 12 ദിവസമല്ലേ ബാക്കിയുള്ളൂ. അതെ, സമയം വളരെ കുറവാണ്. നമ്മുടെ കയ്യിലുള്ളത് അതുമായി ബന്ധപ്പെട്ട കുറച്ച് ലേറ്റസ്റ്റ് വാർത്തകളും കാര്യങ്ങളുമാണ്. സ്ഥാനാർത്ഥികൾ എങ്ങനെ പ്രചാരണം നടത്തുന്നു, ആരൊക്കെയാണ് പ്രധാന നേതാക്കൾ വരുന്നത്, പിന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രാധാന്യം, ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ശരിയാണ്. ഈ വിവരങ്ങളൊക്കെ വെച്ച് നിലമ്പൂരിലെ ഒരു ഏകദേശ ചിത്രം നിങ്ങൾക്ക് തരാനാണ് ശ്രമിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് മനസ്സിലാക്കാൻ സഹായിക്കുക. അപ്പോ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം, അല്ലേ? തീർച്ചയായും. ആദ്യം തന്നെ പറയട്ടെ, ഈ തെരഞ്ഞെടുപ്പ് ഫോളോ ചെയ്യാൻ ലോകത്തുള്ള മലയാളികൾക്കായിട്ട് ഒരു വെബ്സൈറ്റും ബ്ലോഗും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഓക്കേ, കേരള പഞ്ചായത്ത് ഇലക്ഷൻ 2025.online. അതെ, ആ സൈറ്റിൽ വിവരങ്ങൾ കിട്ടൂ. ശരി. അപ്പോ നിലമ്പൂരിലെ ഒരു പ്രധാന കാര്യം ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ ആണെന്ന് തോന്നുന്നു. തീർച്ചയായും. അദ്ദേഹത്തിന്റെ ഒരു പ്രചാരണ രീതി അത് കുറച്ച് വ്യത്യസ്തമാണ്. അതെ. ജനങ്ങളിൽ നിന്ന് നേരിട്ട് പൈസ പിരിക്കുന്നു. ക്രൗഡ് ഫണ്ടിംഗ്. ഇത് നമ്മള് കേരള രാഷ്ട്രീയത്തിൽ അങ്ങനെ കാണാറില്ലല്ലോ, അല്ലേ? ഇല്ല, അത്ര സാധാരണമായിട്ടില്ല. അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിൽ പറയുന്നത് ഈ പിണറായിസത്തിനെതിരെ, അതായത് മുഖ്യമന്ത്രിക്കെതിരെ പോരാടിയത് കൊണ്ടാണ് തനിക്ക് സാമ്പത്തിക പ്രശ്നം വന്നതെന്നും സ്വത്തുക്കളൊക്കെ മരവിപ്പിച്ചു എന്നൊക്കെയാണ്. അപ്പോ സാധാരണക്കാർക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിച്ചത്, ഇനി അവരുടെ സപ്പോർട്ട് വേണം മുന്നോട്ടു പോകാൻ എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഓരോ ചെറിയ തുക, ഇപ്പോ 1 രൂപയാണെങ്കിൽ പോലും അതൊരു ധാർമ്മിക പിന്തുണയായി കാണും എന്നും പറയുന്നു. കൊടുക്കുന്ന ആളുടെ വിവരം രഹസ്യമായി വെക്കുമെന്നും ഉറപ്പുണ്ട്. അതെ, 10 1 രൂപ മതി, നിലമ്പൂരിലെ വോട്ടർമാർ സഹായിക്കണം എന്നാണ് അഭ്യർത്ഥന. പക്ഷേ അതോടൊപ്പം വേറൊരു ഗുരുതരമായ കാര്യവും പറയുന്നുണ്ട്. എന്താണത്? തന്റെ ജീവന ഭീഷണിയുണ്ട്, ചിലപ്പോ TP ചന്ദ്രശേഖരന്റെ അവസ്ഥ വരാമെന്നൊക്കെ. അത് കേരള രാഷ്ട്രീയത്തിലെ വലിയ കോളിളക്കമുണ്ടാക്കിയൊരു കൊലപാതകമായിരുന്നല്ലോ. അതെ, അതൊരു ഗൗരവമുള്ള ഓർമ്മപ്പെടുത്തലാണ്. അപ്പൊ ജനങ്ങൾ സംരക്ഷിക്കണമെന്നും പറയുന്നു. ശരിയാണ്. അതോടൊപ്പം കുറച്ച് ഡിമാൻഡുകളും വെക്കുന്നുണ്ട് അദ്ദേഹം. എന്തൊക്കെയാണാവോ? ആഭ്യന്തരവും വനവും, ആ വകുപ്പുകൾ തനിക്ക് മന്ത്രിസ്ഥാനമായി വേണം. പിന്നെ VD സതീശനെ മാറ്റണം, പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന്. അതെ. പിന്നെ മലപ്പുറം ജില്ല വിഭജിക്കണം. ഇതൊക്കെയാണ് ആവശ്യങ്ങൾ. ഓഹോ, ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ഇത്രയും വലിയ ആവശ്യങ്ങൾ വെക്കുന്നത് ഇതൊരു തന്ത്രമാണോ? ആവാം. ഒരുപക്ഷേ മുന്നണികളെ ഒന്ന് പ്രഷറിലാക്കാനാവാം. എന്തായാലും ഈ ആവശ്യങ്ങളുമായിട്ടാണ് അദ്ദേഹം ജനങ്ങളെ സമീപിക്കുന്നത്. ചിഹ്നം കത്രികയാണ്. ശരി. ഇനി മറ്റേ സൈഡിലേക്ക് വന്നാൽ LDF, അവിടെ സ്ഥാനാർത്ഥി M സ്വരാജ്. സ്വരാജിന് നല്ല ഇമേജും സ്വീകാര്യതയുമുണ്ട്. നിയമസഭ സ്വരാജിനെ